സെൻറ്ററിൽ വെക്കുന്ന ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ക്രാഷ് ബാരിയറുകളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ച് കാണാം. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്താണ് കുറച്ച് ഭാഗം ഒഴിച്ചു വിട്ടിരുന്നത്. കാക്കഞ്ചേരി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടായിരുന്ന സ്ഥലം, വർക്ക് നടക്കാനുള്ള സ്ഥലം തലപ്പാറ. അതിന് തലപ്പാറ ഭാഗത്താണ് ഇപ്പോൾ ഈ നടക്കുന്ന വർക്കുകൾ കാണാം. വളരെ വേഗത്തിലായിരുന്നു തലപ്പാറയുടെ മാറ്റങ്ങൾ. അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞത് കാണാം. ഉള്ളായിട്ട് ഇതിൻ്റെ മുൻഭാഗത്ത് ഇപ്പോൾ മെറ്റൽ മിക്സ് നിരത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം. എല്ലാങ്ങളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന വാഹനങ്ങളാണിത്. മുതൽ നമുക്ക് ചിലപ്പോൾ ഇതിലൂടെ വാഹനങ്ങൾ ഓടുന്നത് കാണാം. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അടിപൊളി റോഡ് കണ്ടില്ലേ? അടിപൊളി റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് കാക്കഞ്ചേരി ഭാഗത്തേക്കാണ്. കാക്കഞ്ചേരി ഭാഗത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. NH66 വർക്കിൽ ഇനി വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് വർക്കുകൾ തീരാനുള്ളൂ. തലപ്പാറ ഭാഗത്ത് NH66 വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാൻ, ലൈക്ക് ചെയ്യാൻ. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. കാക്കഞ്ചേരി ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ബാക്കി കാഴ്ചകൾ നമുക്ക് ലാസ്റ്റ് ഭാഗത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ റോഡിൻ്റെ അടിപൊളി കാഴ്ചകൾ നമുക്ക് ഇപ്പോൾ കാക്കഞ്ചേരി ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കാക്കഞ്ചേരി എത്തിയിട്ടുണ്ട്. കാക്കഞ്ചേരി കാണുന്ന ഒരു അത്ഭുതകരമായൊരു മാറ്റം തന്നെയാണ് സുഹൃത്തുക്കളെ. എത്ര പെട്ടെന്നാണ് കാക്കഞ്ചേരിയിൽ ഇങ്ങനെയുള്ളൊരു മാറ്റം വന്നിട്ടുള്ളത്. രണ്ട് സൈഡിലും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ടാറിങ് കഴിഞ്ഞ റോട്ടിലൂടെ വാഹനങ്ങൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് കാണിച്ചിരുന്ന ഒരു ഭാഗമാണ്. ഇവിടെയൊക്കെ എടുത്ത് കാണിച്ചിരുന്ന ഒരു ഭാഗത്താണ്. ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞ് രണ്ട് സൈഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചത്. വളരെ വേഗത്തിലാണ് ഇവരുടെ വർക്ക് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ കാക്കഞ്ചേരിയിൽ നിന്ന് കാണുന്നത്. കാക്കഞ്ചേരി ഭാഗത്താണ് ഇത് കാണുന്നത്. അവിടെ നമുക്ക് കാണാം ലോറികളൊക്കെ ഒരു പാർക്കിംഗ് ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഭാഗം. ഇനി അങ്ങനത്തെ വാഹനങ്ങൾക്കായിരിക്കും കുറച്ച് ബുദ്ധിമുട്ട് വരിക, പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട്. ഇനി ഇവിടെ വരാനുള്ളത് ബാക്കിയുള്ള വർക്കുകൾ പറഞ്ഞാൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ മാത്രമാണ്. ആ സൈഡിൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറാണ്. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ ചെയ്യുന്ന വർക്കുകൾ ജോയിൻറ്റിങ് ആണ് ചെയ്യുന്നത്. ഒരു ജോയിൻറ്റിങ് വർക്കുകളാണ് ചെയ്യുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ക്രാഷ് ബാരിയർ ഇങ്ങനെ ഇതിന്മേൽ തന്നെ ഫിക്സ് ആക്കിയിട്ടുള്ള ക്രാഷ് ബാരിയറാണ്. അത് ഇനി മെഷീൻ ഉപയോഗിച്ചൊക്കെയാണ് ഇങ്ങനെയുള്ള ക്രാഷ് ബാരിയറുകളൊക്കെ ചെയ്യാറ്. ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗത്തൊക്കെ ഇവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വരുന്ന ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം കമ്പികളൊക്കെ പൊങ്ങി നിൽക്കുന്നത്, പച്ച കമ്പികൾ. എത്ര പെട്ടെന്നാണ് ഇവിടെയുള്ള വർക്കുകൾ തീർത്തത്, അത്ഭുതം തന്നെയാണ്. ഇപ്പോൾ രണ്ട് സൈഡിലൂടെ വാഹനങ്ങൾ പോകാൻ തുടങ്ങി. ഇത് നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് അടുത്ത് പോയി നോക്കാം. ഇതാണ് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നത്. ഡ്രൈനേജിൻ്റെ വർക്കാണ്. ആ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, മുൻഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡ്, ഈ സർവീസ് റോഡിലൂടെ ആയിരുന്നു ഇതുവരേക്കും നമ്മളെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ പോയിന്ന്. ഇപ്പോൾ അതൊക്കെ സ്റ്റോപ്പാക്കിയിട്ട് മുകളിലൂടെ നിങ്ങൾക്ക് പോകുന്നത് കാണാം. പുതിയതായിട്ട് ടാറിങ് കഴിഞ്ഞ് വർക്കൊക്കെ കഴിഞ്ഞ ഭാഗത്തൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. വളരെ വേഗത്തിലായിരുന്നു കാക്കഞ്ചേരിയിലൂടെ മാറ്റം വന്നിട്ടുള്ളത്. ഇനി വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് നമ്മുടെ ഹൈവേയിൽ വർക്കുകൾ ശേഷിക്കുന്നത്. ഇനി കുറച്ച് വർക്കുകൾ ശേഷിക്കുന്ന ഒരു ഭാഗം കൂടെയാണ് തലപ്പാറ ഭാഗത്ത് വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണുള്ളത്. അത് കഴിഞ്ഞാൽ കൂരിയാട് പാടത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ മുന്നത്തെ വീഡിയോ കൂരിയാടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ഇതിൻ്റെ താഴെയുള്ള വീഡിയോ കണ്ടാൽ മതി. ആ ഭാഗത്തെ വർക്കിൻ്റെ മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാം. അതിൽ ഇനി അത് പറ്റാത്തവർക്ക് ഞാൻ ഇവിടെ മുകളിൽ ഒരു ലിങ്കിൽ കൊടുക്കാം. അത് അവിടെ നിന്ന് കണ്ടാൽ മതി. ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. അതാണ് കൂരിയാട് ഭാഗത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ നമുക്കിനി മറ്റുള്ള ഭാഗത്ത് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. വലിയ മാറ്റം തന്നെയാണ് കാക്കഞ്ചേരിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹൈവേൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കാണാതെ പോകാൻ വയ്യ. അതുകൊണ്ട് ഇതാണ്
ഫുൾ വർക്ക് കഴിഞ്ഞ കാക്കഞ്ചേരിയാണത്. അത്ഭുതം തന്നെയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇവർ ഇത്രയും വലിയ രീതിയിൽ വർക്കുകൾ മാറ്റം വരുത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ ഈ ക്രാഷ് ബാരിയറിൻ്റെ താഴ് ഭാഗത്ത് ഈ വരുന്ന ഈ ഭാഗങ്ങളിലൊക്കെ കുറഞ്ഞ ഭാഗത്ത് ടാറിങ് ചെയ്ത് പിടിപ്പിക്കാനുണ്ട്. അതുപോലെയുള്ള വർക്കുകൾ ക്രാഷ് ബാരിയർ പിടിപ്പിക്കാൻ, പെയിൻറ്റ് ചെയ്യുക, അങ്ങനെ ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളത്. അതാണ് നമ്മുടെ കാക്കഞ്ചേരി ഓവർപാസ്. അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ കാണാം വാഹനങ്ങൾ വളരെ വേഗത്തിലാണ് വരുന്നത്. അപ്പോൾ ഇനി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഒരു തടസ്സം കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇതാണ് കാക്കഞ്ചേരി ഭാഗത്തെ. അപ്പോൾ ഇനി നമുക്ക് തലപ്പാറ ഭാഗത്തേക്ക് പോയി നോക്കാം. തലപ്പാറ ഭാഗത്തെ കാഴ്ചകൾ കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. തലപ്പാറ ഭാഗത്ത് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. രണ്ട് ഭാഗത്തു നിന്നുള്ള കാഴ്ചകളോട് ഒരുമിച്ച് നമുക്ക് കാണാം. സർവീസ് റോഡിൻ്റെ ഭാഗത്തൂടെ ആയിരുന്നു ഇതിൻ്റെ മുമ്പൊക്കെ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ പോയിരുന്നത്. ഇപ്പോൾ അതിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് സർവീസ്. അങ്ങനെ നമ്മുടെ കാക്കഞ്ചേരി ഭാഗത്തും വർക്കുകൾ കംപ്ലീറ്റ് ആയി തുടങ്ങി. ഇനി വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഫിനിഷിങ് വർക്കുകളായിരിക്കും. അതൊക്കെ വളരെ വേഗത്തിലായിരിക്കും. ഇനി കോഴിക്കോട് ഭാഗത്തുനിന്ന് മലപ്പുറം ഭാഗത്തേക്ക് നമുക്ക് വളരെ കുറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ കടന്നു പോകാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാം ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തുള്ള വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഓരോ ഭാഗത്തും നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ജോയിൻറ്റിങ് ചെയ്യുക. ഇന്ന് സുഹൃത്തുക്കളെ ഒരു വെയിലില്ലാത്തൊരു ദിവസമാണ്. ഞാൻ കുറേ സമയമായിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. വെയിലില്ല. ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് കാണാം നമുക്കിങ്ങനെ കറുത്ത മേഘം ഇങ്ങനെ ഇതിങ്ങനെ കുറേ സമയമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് അപ്പം ഞാൻ കുറേ സമയം ഈ ഭാഗത്ത് തന്നെ നിന്നു. വെയിൽ വരുമോ എന്നുള്ളതിൽ വെയിൽ വരുന്നു കാണുന്നില്ല. പെട്ടെന്നൊരു മേഘം വന്ന് മൂടിയ പോലെ ഇങ്ങനെ വന്ന് നിന്നു. അപ്പം നമ്മുടെ കാക്കഞ്ചേരി ഭാഗമാണ് ഇത്. കാക്കഞ്ചേരി ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ കമൻറ്റിലൂടെ അറിയിക്കാറുണ്ടായിരുന്നു നമ്മുടെ നാടിൻ്റെ മാറ്റങ്ങൾ. അവർ വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ വന്നോളൂ, നിങ്ങളെ വാഹനമായിട്ട് വന്നോളൂ. ഇത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ റോഡ്. അപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് മലപ്പുറം ഭാഗത്തേക്ക് ഇനി ചീറിപ്പാഞ്ഞ് പോകാം. ഇനി ആകെയുള്ളൊരു വർക്ക് വരുന്ന ഭാഗം. അപ്പോൾ ശേഷിക്കുന്ന വർക്ക് ഇനിയുള്ളത് കൊളപ്പുറം കൂരിയാട് ഭാഗത്താണ്. ബാക്കിയുള്ള എല്ലാ വർക്കുകളും ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാക്കഞ്ചേരി തലപ്പാറ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുന്നത് ഞാൻ കാണിച്ചിരുന്നു. കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ എന്നുള്ള കാഴ്ച. ഇവിടെ കോൺക്രീറ്റ് വാളൊക്കെ കെട്ടിയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഫുട്പാത്തിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞത് കാണാം. ഇവിടെയും ഇതാ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ ആയതുകൊണ്ട് പെട്ടെന്ന് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതാ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ഓവർപാസ് ഉണ്ട്. ആ ഓവർപാസിൻ്റെ അടുത്ത് വരേക്ക് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഉള്ള ഭാഗത്താണ്, കുറച്ച് ഭാഗത്താണ് വെക്കാനുള്ളത്. ഇതാണ് ഇവിടെയൊക്കെ ക്രാഷ് ബാരിയർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പുതുതായിട്ട് ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. രണ്ട് സൈഡിലും ടാറിങ് കഴിഞ്ഞു. വാഹനങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എത്ര പെട്ടെന്നായിരുന്നു ഇവിടെയുള്ള ഒരു മാറ്റം. അപ്പോൾ കാക്കഞ്ചേരി ഭാഗത്ത് ഇനി തടസ്സങ്ങളൊന്നുമില്ല. വർക്കിൻ്റേതായിട്ടുള്ള വാഹനങ്ങൾക്ക് ഹൈവേയിലൂടെ തന്നെ യാത്ര ചെയ്യാൻ പറ്റും. ഇനി ബാക്കി വരുന്നത് നമ്മുടെ തലപ്പാറ ഭാഗത്താണ്. തലപ്പാറ ഭാഗത്ത് കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടാണ് പോകാനുള്ളത്. ബാക്കിയുള്ള കാഴ്ചകൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അവിടെ ഉള്ളത് കാണാം. അതാണ് നമ്മുടെ സ്പിൻ മില്ലിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ വാഹനങ്ങൾ സർവീസ് റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്നത്. അപ്പോൾ നമുക്കും അതിലൂടെ അങ്ങോട്ട് കയറിയിട്ട് അവിടെയുള്ള ഓവർപാസിൻ്റെ മുകളിലൂടെ ഓപ്പോസിറ്റ് സൈഡിലൂടെ നമുക്ക് തലപ്പാറ ഭാഗത്തേക്കാണ് ഇനി പോകുന്നത്. അതാണ് ഇവിടെയാണ് കാക്കഞ്ചേരി ഭാഗത്ത്. ഇതാണ് ഇനിയുള്ള മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണുള്ളത്. ഇവിടെയൊക്കെ മെഷീൻ ഉപയോഗിച്ചായിരിക്കും. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം.
അപ്പോൾ നമ്മൾ സ്പിൻ മില്ലിൻ്റെ അടുത്ത് വരുന്ന ഒരു ഓവർ പാസ് ഉണ്ട്, അതിൻ്റെ മുകളിലാണ് കയറിയിട്ടുള്ളത്. കാണാൻ നല്ല രീതിയിൽ റോഡ് വർക്ക് കഴിഞ്ഞ് അടിപൊളിയായൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ എല്ലാ ഭാഗത്തും വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ശേഷിക്കുന്ന വർക്കുകൾ പറഞ്ഞാൽ ക്രാഷ് ബാരിയറിന് പെയിൻറ്റ് ചെയ്യാനുള്ളതാണ്. മറ്റു ഭാഗങ്ങളിലൊക്കെ ഇതുപോലെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകൾ ഭാഗം. നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോവാം. ഇനി ഇവിടെ നിന്നുള്ളൊരു കാഴ്ച വേറെ തന്നെയാണ്, വ്യത്യസ്തമാണ്. അപ്പോൾ ചെറുതായിട്ടൊക്കെ വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ കാക്കഞ്ചേരി തന്നെയാണ്. കാക്കഞ്ചേരി കഴിഞ്ഞ് ഓവർ പാസ് കഴിഞ്ഞ് വരുന്നൊരു ഭാഗത്താണ്. അപ്പോൾ ശരിക്കുള്ള റോഡിൻ്റെ ഭംഗി കാണണമെങ്കിൽ ഇതുപോലുള്ള വളവുകൾ വരുന്ന ഭാഗത്താണ്. ഇതാണ് നമ്മുടെ കാക്കഞ്ചേരി ഓവർ പാസ് അവിടെ. അപ്പോൾ നമുക്കിനി തലപ്പാറ ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മുടെ റോഡിൻ്റെ ഒരു ഭംഗി കാണണമെങ്കിൽ ഇങ്ങനെ ഉള്ള വളഞ്ഞ ഭാഗത്തേക്ക് വന്ന് നിന്നാലേ മനസ്സിലാവുള്ളൂ. നല്ലൊരു ഭംഗിയിൽ റോഡ് കാണാം. നമ്മൾ തലപ്പാറ ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ കണ്ടതാണ്. ഇവിടെ ഇതാ കാക്കഞ്ചേരിയിൽ പോകുന്ന അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു പെട്രോൾ പമ്പ്. അപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു എക്സിറ്റ് എൻട്രി ഒന്ന് കാണിക്കുമെന്ന്. അപ്പോൾ അതൊന്ന് നോക്കാച്ചിട്ട് ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ കാക്കഞ്ചേരി ഭാഗത്തുനിന്ന് വരുമ്പോൾ ഫസ്റ്റ് വരുന്നൊരു എക്സിറ്റാണിത്. ഇവിടെയാണ് എക്സിറ്റ് ചെയ്യാൻ പറ്റിയൊരു ഭാഗം. അതിനെ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തത് കാണാം. വേറൊരു ക്രോസ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെയുള്ള ഭാഗത്ത് മാത്രമാണ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ വരുന്നൊരു ഓട്ടോ ഇതേപോലെയാണ് ഇവിടെ നിന്നുള്ള എക്സിറ്റ്. ഇങ്ങനെ കാണാം നമുക്ക് എക്സിറ്റ്. ഇതാണ് ഫസ്റ്റ് കാക്കഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന ഭാഗത്ത്. നമ്മുടെ യൂണിവേഴ്സിറ്റി ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴുള്ള ഒരു ഭാഗത്തേക്കൊക്കെ ഇറങ്ങി പോകാനുള്ള ഒരു എക്സിറ്റാണിത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊക്കെ റോഡുകൾ വളരെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനലിൽ വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഒരു റെസ്റ്റ് ഏരിയയാണ് യൂണിവേഴ്സിറ്റി ഭാഗത്ത് വരുന്നത്. ആ ഭാഗത്ത് ഇപ്പോൾ റോഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഈ ഭാഗത്ത് കട്ട വിരിക്കുന്ന ഒരു വർക്കാണ് നടക്കുന്നത്. ഇവിടെ കാണാം, ഇവിടം വരെയാണ് എക്സിറ്റ്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇവിടെ എക്സിറ്റ്. ഇവിടെ ഒരു ടോയ്ലറ്റൊക്കെ ഉണ്ട്, ടോയ്ലറ്റ് സംവിധാനങ്ങൾ, അതിൻ്റെ വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ ഈ മുന്നിൽ വരുന്ന ഭാഗത്ത് കാണുന്നതാണ് ചേളാരി ഭാഗത്ത് വരുന്ന ഒരു എക്സിറ്റ് പോയിൻ്റ്. ഇങ്ങനെ ചില ഭാഗങ്ങളിലൊക്കെ എക്സിറ്റ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് വണ്ടി ഓടിക്കുക. ചേളാരി ഭാഗത്തേക്ക് പോകുമ്പോൾ ചേളാരി ഭാഗത്തേനാണ്, മേലെ ചേളാരി ഭാഗത്താണ് ഇത്. ഇങ്ങനെ ഫിനിഷിങ് വർക്കുകളാണ് നടക്കുന്നത്. ഈ സൈഡ് ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തുള്ള മണ്ണുകളൊക്കെ എടുത്തു മാറ്റി ഫിനിഷിങ് വർക്കുകൾ നടക്കുകയാണ്. ഫിനിഷിങ് വർക്കുകളിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെ കുറേ മണ്ണ് മാറ്റിയിട്ട് കാണാം. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഓരോ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇനി നമുക്കൊരു മറ്റൊരു എൻട്രി പോയിൻ്റ് കാണാം. ചേളാരി ഭാഗത്തുനിന്ന് ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു എൻട്രി പോയിൻ്റാണ്. ചേളാരി കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗത്ത് ഇവിടെ നമുക്ക് കാണാം ഒരു ഓട്ടോ കയറി വരുന്നത്. ഇങ്ങനെയാണ് ഹൈവേയിലേക്ക് വാഹനങ്ങൾ കയറി വരേണ്ടത്. നമുക്ക് മുന്നിലേക്ക് കുറച്ചും കൂടെ കയറി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ട്രാക്ക് വിട്ട പോലെ കാണുന്ന ഈ ഭാഗത്തൂടെയാണ് ഇങ്ങനെ വാഹനങ്ങൾക്ക് റോട്ടിലേക്ക് കയറി വരാനുള്ളത്. അപ്പോൾ ഇതുപോലെയൊക്കെ നോക്കിയിട്ട് വാഹനങ്ങൾ ഓടിക്കുക. ഇനി നമുക്ക് മറ്റൊരു എൻട്രി പോയിൻ്റ് നോക്കാം. ഇതാണ് വെളിമുക്ക് ഭാഗത്ത് വരുന്ന ഒരു എൻട്രി പോയിൻ്റ്. ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ആവശ്യമുള്ള ഭാഗത്തൊക്കെ എൻട്രി പോയിന്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ളത് തലപ്പാറ ഭാഗത്തേക്കാണ്. ഇനി തലപ്പാറ ഭാഗത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയുള്ള കാഴ്ചകൾ കാണാം.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തലപ്പാറ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. തലപ്പാറ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാം നമുക്ക് ടാറിങ് നടക്കുന്ന കാഴ്ച. ടാറിങ്ങിൻ്റെ മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ വാഹനങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ടാറിങ് ചെയ്യുന്ന മെഷീനറീസ്, മെറ്റൽ, സിമെൻറ്റ് ഒക്കെ എല്ലാ ടാറിങ്ങിൻ്റെ എല്ലാവിധ സംഭവങ്ങളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന വാഹനങ്ങളാണിത്. ഇവിടെ ഒരു ഭാഗത്ത് റോഡ് റോളർ വെച്ച് നിരപ്പാക്കുന്ന അമർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകൾ മുന്നോട്ട് പോയി നോക്കാം. നമുക്ക് അവിടെയൊക്കെ വർക്കിന് ടാറിങ്ങിന് മുന്നോടിയായുള്ള വർക്കുകളൊക്കെ നടക്കുന്നത് കാണാം. ഇവിടെയൊക്കെ ടാർ വെച്ചിട്ടുണ്ട്, ടാർ വെച്ച് കാണാം. അപ്പോൾ തലപ്പാറ ഭാഗത്തും ഇനി ബാക്കിയില്ല, ടാറിങ് നടക്കും. നാളെ മുതൽ നമുക്ക് ചിലപ്പോൾ ഇതിലൂടെ വാഹനങ്ങൾ ഓടുന്നത് കാണാം. കാക്കഞ്ചേരി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടായിരുന്ന സ്ഥലം, വർക്ക് നടക്കാനുള്ളൊരു സ്ഥലം തലപ്പാറ ആയിരുന്നു. തലപ്പാറ ഭാഗത്താണ് ഇപ്പോൾ ഈ നടക്കുന്ന വർക്കുകൾ കാണാം. വളരെ വേഗത്തിലായിരുന്നു തലപ്പാറയുടെ മാറ്റങ്ങൾ. ഇവിടെ സെൻറ്ററിലുള്ള ക്രഷ് ബാരിയറുകൾ വെച്ചിട്ടുണ്ട്. മുൻഭാഗത്ത് അവിടെ ടാറിങ്ങിനുള്ള മുന്നോടിയായിട്ട് ടാറൊക്കെ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ആ ഭാഗത്ത് കുറച്ച് ഭാഗത്താണ് ഇനി ടാർ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഇവിടെ കാണാം, ഇവിടെ ക്രഷ് ബാരിയറിൻ്റെ കുറച്ചൊരു വർക്ക് മാത്രമാണ് ഉള്ളത് ഈ ഭാഗത്ത്. ഇവിടെ പാലത്തിൻ്റെ മുകളിൽ ഉള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. അവിടെ ടാറിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഷീറ്റുകളൊക്കെ വിരിച്ചത് കാണാം. ഈ സൈഡിലാണ് ഇപ്പോൾ പാലത്തിൻ്റെ വർക്ക് നടന്നിരുന്നത്. പാലത്തിൻ്റെ വർക്കും അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞത് കാണാം. ഉള്ളായിട്ട് ഇതിൻ്റെ മുൻഭാഗത്ത് ഇപ്പോൾ മെറ്റൽ മിക്സ് നിരത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം. എല്ലാ വർക്കും വളരെ വേഗത്തിലാണ് അവിടെ നടക്കുന്നത്. തലപ്പാറ ഒരാഴ്ച കൊണ്ട് ഇതിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങുമെന്നാണ് തോന്നുന്നത്. ഇവിടെ കാണാം നമുക്ക്. ഇവിടെ കുറച്ച് ഭാഗത്ത് ഇനി മണ്ണ് നിരത്താനുള്ളൂ. സർവീസ് റോഡിൻ്റെ ഭാഗത്ത്, ഈ മുൻഭാഗത്ത് ഈ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞുകൊണ്ട് വലിയ റിസ്ക് ഉള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ മുൻഭാഗത്താണ് ഇപ്പോൾ ടാറിങ് നടക്കുന്നത്. എത്ര പെട്ടെന്നായിരുന്നു ഇവിടെയൊക്കെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചത്. എല്ലാവിധ വർക്കേഴ്സും ഇവിടെ ഉണ്ട്. വളരെ വേഗത്തിലാണ് നടക്കുന്ന എല്ലാ വർക്കുകളും. തലപ്പാറ പെട്ടെന്ന് അത്ഭുതങ്ങൾ സംഭവിച്ചു. തലപ്പാറയും കാക്കഞ്ചേരിയും പഴയ റോഡാണത്. പഴയ പാലവും കാണാം നമുക്കവിടെ. സർവീസ് റോഡിൽ വരുന്ന ചെറിയൊരു പാലം. അപ്പോൾ വളരെ വേഗത്തിൽ മാറി. ഇവിടെയും തലപ്പാറയും മാറിയിട്ടുണ്ട്. ഇനി മുൻഭാഗത്തൊക്കെ ടാർ ചെയ്തതാണ്. ഈ പാലത്തിൻ്റെ മുകളിലാണ് ഇനി ടാറിങ് ഉള്ളത്. അവിടുന്ന് ടാറിങ് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഇനി ഇവിടം വരെ ടാറിങ് ചെയ്യുമായിരിക്കാം. അപ്പോൾ കുറച്ച് ഭാഗത്ത് അവിടെ ടാറൊക്കെ ഒഴിച്ച് കാണുന്നുണ്ട്. അവിടെ നിന്ന് പോയിട്ട് നിർത്തി നോക്കാം. സെൻറ്ററിൽ ഈ ക്രാഷ് ബാരിയർ വെക്കുന്ന വർക്ക് നടക്കുന്നുണ്ട്. എല്ലാ വർക്കും ഒരേപോലെ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു കുറച്ച് ഭാഗത്താണ് ഇനി ഒരു ചെറിയൊരു കമ്പികൾ കാണാം. ഇത്രയും ഭാഗത്തുള്ള വർക്കുകളാണ് തീരാനുള്ളത്. അപ്പോൾ തലപ്പാറ ഫുള്ളായിട്ടുണ്ട് വർക്കുകൾ. സെൻറ്ററിൽ വെക്കുന്ന ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ക്രാഷ് ബാരിയറുകളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ച് കാണാം. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്താണ് കുറച്ച് ഭാഗം ഒഴിച്ചു വിട്ടിരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് താൽക്കാലികമായിട്ട് വാഹനങ്ങൾ കട്ട് ചെയ്ത് പോകുന്ന രീതിയിലേക്ക് ഇവിടെ ഒരു റോഡ് ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ അടച്ച് ഇവിടെ നിന്നുള്ള സ്ട്രൈറ്റായിട്ട് ടാറിങ് നടക്കാൻ പോവുകയാണ്. ഈ ഭാഗത്താണ് ഇനി കുറച്ച് ഭാഗത്താണ് ടാറിങ് നടക്കാനുള്ളത്. അതിൻ്റെ മുന്നോടിയായി ഇവിടെ ടാറൊക്കെ ഒഴിച്ച് കാണാം. ഇവിടെ എന്തോ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് എന്തോ ഒരു ടെസ്റ്റിങ് എന്തോ നടക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് എന്തോ ഒരു ടെസ്റ്റിങ് എന്തോ നടക്കുന്നുണ്ട്. എനിക്ക് എന്തോ സംഭവം മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് തലപ്പാറ ഭാഗത്തു നിന്നുള്ള പുതിയ മാറ്റങ്ങൾ. ഇനി വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഉള്ളത് തലപ്പാറ ഭാഗത്ത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.